വരാപ്പുഴയിലെ പടക്ക നിർമ്മാണശാലയിലുണ്ടായ പൊട്ടിത്തെറിയിൽ വീട് തകർന്നവർക്കുള്ള നഷ്ടപരിഹാരം 1 വർഷം കഴിഞ്ഞിട്ടും നൽകാതെ സർക്കാർ. വില്ലേജ് ഓഫീസ് മുതൽ മുഖ്യമന്ത്രിക്ക് വരെ പരാതി നൽകിയിട്ടും വ്യക്തമായ മറുപടി ലഭിക്കുന്നില്ല എന്നാണ് ഇവരുടെ ആക്ഷേപം. ഫെബ്രുവരി 28, 2023 അനധികൃത പടക്ക നിർമ്മാണശാലയിലുണ്ടായ പൊട്ടിത്തെറിയിൽ വരാപ്പുഴ നടുങ്ങിയ ദിവസം. വരാപ്പുഴയിലെ കാറ്റിന് കരിമരുന്നിന്റെ ഗന്ധമില്ല. പൊട്ടിത്തെറി നടന്ന കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ പുതിയ നാമ്പുകൾ വന്നു തുടങ്ങി. അന്ന് പൊട്ടാതെ അവശേഷിച്ച വെടിക്കോപ്പുകൾ ചിതറിക്കിടക്കുന്നു. പക്ഷേ ആ ദുരന്തം നേരിട്ടനുഭവിച്ചവരിൽ അതുണ്ടാക്കിയ മുറിവ് ഇന്നുമുണ്ട്. അടുക്കളയിൽ കുട്ടികൾക്കുള്ള ഭക്ഷണമുണ്ടാക്കുകയായിരുന്നു ഫ്രെഡീന. ഇസബെല്ലും എസ്തറും എൽസയും സ്കൂളിൽ നിന്ന് വന്ന് അമ്മയെ വട്ടം പിടിച്ച് നിൽക്കുന്നു. ജസ്റ്റ് ഞങ്ങൾ അടുക്കളയിൽ നിന്ന് ഈ ഡൈനിങ് റൂമിലോട്ട് കടന്നില്ല. അപ്പം തന്നെ തോന്നൊരു ശബ്ദം കേട്ട് ഞാനും പിള്ളേരും അവിടെ വീണു. എന്നിട്ട് ഇങ്ങനെ കറുത്ത പൊടിയോടെ ഇങ്ങനെ മൂടിപ്പോയി. ഒന്നും കാണാൻ പറ്റുന്നുണ്ടായില്ല. പിന്നെ കുറച്ച് നേരം ഇങ്ങനെ റിലീല്ലാത്ത പോലെ അവിടെ ഇരിക്കണമായിരുന്നു. അപ്പോൾ പെട്ടെന്ന് കുഞ്ഞ് തന്നെ അമ്മയെന്ന് വിളിച്ച്. അപ്പോൾ ഞാൻ എൻ്റെ മക്കളെ, അപ്പോഴെനിക്ക് റിലേ വന്നത്, എൻ്റെ മക്കളെന്ന് വിളിച്ച്. മതിലും അടുക്കള വാതിലും തകർന്നു. ഫ്രെഡിനയുടെ നെഞ്ചിലാണ് ഇരുമ്പ് ചീളുകൾ തുളച്ചത്. മൂത്ത മകളുടെ തല പൊട്ടി. ഇളയ കുട്ടി എൽസയ്ക്ക് മുഖത്തും കൈക്കും പരിക്കേറ്റു. ലോൺ എടുത്ത് 2 വർഷം മുമ്പ് കയറിക്കൂടിയ വീടാകെ തകർന്നു. അതിനേക്കാൾ ഭയാനകമായിരുന്നു വരാനിരിക്കുന്ന നാളുകളെന്ന് ഈ കുടുംബം അറിഞ്ഞതേയില്ല. കുക്കറടിച്ചാൽ അപ്പം തന്നെ ഓടി പുറത്തോട്ട് ഇറങ്ങും. കൊച്ചി രക്ഷിക്കണേന്ന് പറഞ്ഞ് പുറത്തിറങ്ങും. അതല്ലെങ്കിൽ ഇടി വെട്ടാൻ പാടില്ല. ഇടിവെട്ട് ശബ്ദം കേട്ട് അപ്പോഴും ചെവിത്തി കരയും. മൂത്തവർക്ക് പക്ഷേ അങ്ങനെ വലിയ കുഴപ്പമൊന്നും ഉണ്ടായില്ല. പക്ഷെ അവർക്ക് ഭയങ്കര വേദനയായിരുന്നു. പെട്ടെന്ന് എന്തെങ്കിലും ശബ്ദമൊക്കെ പെട്ടെന്ന് കേൾക്കുമ്പോൾ ഒരു ചെറിയൊരു, അപ്പം നമ്മളിങ്ങനെ ആലോചിക്കും എന്താണ് സംഭവം. ജനവാസ കേന്ദ്രങ്ങളിലോ പൊതുസ്ഥലങ്ങളിലോ സ്ഫോടക വസ്തുക്കൾ നിർമ്മിക്കാനോ ഉപയോഗിക്കാനോ പാടില്ലെന്നാണ് എക്സ്പ്ലോസീവ് ആക്റ്റിൽ പറയുന്നത്. പക്ഷെ വരാപ്പുഴയിൽ അപകടം നടന്ന സ്ഥലം അടുത്തുള്ള വീടും തമ്മിലുള്ള ദൂരം നോക്കി. നമ്മളോട് സംസാരിച്ച ഫ്രെഡിനയുടെ വീടാണ്. കഷ്ടിച്ച് 10 മീറ്റർ മാത്രമുണ്ട് ദൂരം. വരാപ്പുഴയിലെ 143 വീടുകളാണ് ആ ദുരന്തത്തിൽ ഭാഗികമായി കേടുപാട് പറ്റിയത്. പരിക്കു പറ്റിയവർക്ക് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് പണം നൽകി. വീടുകൾക്ക് നഷ്ടപരിഹാരം നൽകുമെന്ന് പ്രഖ്യാപനമുണ്ടായിരുന്നു. പക്ഷേ 1 വർഷമായിട്ടും ആർക്കും പണം കിട്ടിയിട്ടില്ല. പഞ്ചായത്ത് തലം തൊട്ട് വില്ലേജ്, താലൂക്ക്, നവകേരള സദസ്സ് മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തു, കളക്ടറേറ്റിൽ കൊടുത്തു, പിന്നെ നമ്മുടെ അദാലത്ത്, നമ്മുടെ മന്ത്രിയുടെ അദാലത്തിൽ കൊടുത്തു. എല്ലാ സ്ഥലത്തും നമ്മൾ കൊടുത്തിട്ടുണ്ട്. കടം വാങ്ങിയും സ്വർണം പണയം വെച്ചും പലരും വീടുകൾ നന്നാക്കി. പക്ഷേ പ്രഖ്യാപിച്ച നഷ്ടപരിഹാരം മാത്രം ഇന്നും അകലെയാണ്. തൃപ്പൂണിത്തുറയിൽ നിന്ന് വരാപ്പുഴയിലേക്ക് അധിക ദൂരമൊന്നുമില്ല. അന്ന് അപകടം സംഭവിച്ചപ്പോൾ സർക്കാർ കൊടുത്ത വാഗ്ദാനങ്ങളൊക്കെ ഈ സ്ഫോടനം നടന്ന സ്ഥലം പോലെ അഴുക്കുപറ്റി പൊടിപിടിച്ച് കിടപ്പുണ്ട്. അതൊന്ന് സർക്കാർ ഉദ്യോഗസ്ഥരെ, സർക്കാരിനെ ഓർമ്മിപ്പിക്കുന്നു. കൊച്ചിയിൽ നിന്നും അഭിത്തിനൊപ്പം അജീഷ് ജയകുമാർ, 24.